ആകാശവാണി. വിദ്യാഭ്യാസ രംഗം. എല്ലാ ശ്രോതാക്കൾക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ മാതൃഭാഷയും മാനവികതയും എന്ന വിഷയത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ മലയാളം അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ചെയ്യുന്ന പ്രഭാഷണമാണ്. ഭാഷ എന്നത് എല്ലാ തരത്തിലും ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ മാതൃഭാഷയിലൂടെ വളരുന്ന ഒരു തലമുറയ്ക്ക് കുട്ടിക്കാലം മുതൽ ഈ ഭാഷ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും കുറെ മൂല്യങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ആ മൂല്യബോധമാണ് സഹജീവി സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഇടങ്ങളിലൂടെ അവനെ വളർത്തുന്നത്. ഒരർത്ഥത്തിൽ വിശ്വമാനവനായി ഒരു കുട്ടി വളരുന്നത് മാതൃഭാഷയുടെ മാധുര്യം നന്നായിട്ട് നുണയുന്നതിലൂടെയാണ്. അത്തരത്തിൽ വളർന്ന മഹാനുഭാവന്മാർ പലരും ഈ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എം ജി വാസുദേവൻ നായർ എന്ന അനുഗ്രഹീത പ്രതിഭ പറയുന്നു, മലയാളമാണ് എന്റെ ഭാഷ. എന്റെ ഭാഷ എന്റെ വീടാണ്, എന്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എന്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എന്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എന്റെ ഭാഷയിലാണ്. ജ്ഞാനപീഠമേറി നിൽക്കുന്ന ഒരു വലിയ എഴുത്തുകാരൻ മലയാളക്കരയിലെ ഇളം നാമ്പുകളോട് പറയുന്നതായി ഇതിനെ ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. എന്റെ ഭാഷ എന്റെ വീടാണ് എന്ന് പറയുമ്പോൾ എന്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, ഇതെല്ലാം അപാരമായ കുറെ അനുഭവങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ആ ഒരു വലിയ സാധ്യത ഓരോ വീടുകളിലും ഈ ഭാഷയിലൂടെ തളിർക്കേണ്ടതുണ്ട്. ഓരോ നാട്ടിലും ഈ ഭാഷയിലൂടെ തഴയ്ക്കേണ്ടതുണ്ട്. ഓരോ കാഴ്ചയിലും അത് ഉറയ്ക്കേണ്ടതുണ്ട്. ഓരോ ഇടങ്ങളിലും അത് കൂടുതൽ കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. പല എഴുത്തുകാരും നമ്മുടെ നാട്ടുവഴിയിൽ നിന്ന് അറിഞ്ഞ പലതിനെയും നന്മയുടെ പൊൻവെട്ടമാക്കി തലമുറകളിലേക്ക് തന്നുപോയിട്ടുണ്ട്. അമ്മ തിരുമൊഴി മലയാളം, അൻപു ചുരത്തും മലയാളം, അതിന്റെ മധുരാക്ഷരമോരോന്നും അറിവിൻ വിത്തായി മാറും. ഭാഷ നമ്മെ വളർത്തും, ഭാഷയെ നമ്മൾ വളർത്തേണം. മലയാളത്തിൽ നമ്മൾ പഠിക്കും കലയും ശാസ്ത്രവും ഒരുപോലെ. സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ സ്വന്തം ഭാഷ പഠിക്കണം. സ്വാതന്ത്ര്യത്തിനമൃതം നേടാൻ മാതൃഭാഷ പഠിക്കണം. സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ സ്വന്തം ഭാഷ പഠിക്കണം. സ്വാതന്ത്ര്യത്തിൻ അമൃതം നേടാൻ മാതൃഭാഷ പഠിക്കണം. മലയാളത്തിന്റെ മഹാകവി ONV കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കവിതയാണ്. നമ്മുടെ കുട്ടികളെല്ലാം നമ്മുടെ നാടിന്റെ രുചിയും നമ്മുടെ നാടിന്റെ ഈണങ്ങളും നാടിന്റെ ഇൻപങ്ങളും എല്ലാം അറിഞ്ഞു വളരുമ്പോൾ ആ വളർച്ച അവനെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ആകാശം കണ്ട് കുട്ടി അന്നം കഴിക്കുമ്പോൾ അമ്പിളിമാമനോട് കുഞ്ഞും അമ്മയും ഒക്കെ സംവദിക്കുന്നുണ്ട്. എന്റെ ഭാഷ എന്റെ ആകാശമാണെങ്കിൽ തുമ്പപ്പൂവിലും തൂമയെഴും നിലാവൻപിൽ തൂകിക്കൊണ്ടാകാശവീതിയിൽ അമ്പിളി പൊങ്ങി നിൽക്കുന്നിതാ മരക്കൊമ്പിന്മേൽ നിന്ന് കോലോളം ദൂരത്തിൽ. ആ അമ്പിളിമാമനെ കാണുന്ന കുഞ്ഞ് അമ്പിളിമാമനോട് സല്ലപിക്കുന്നു, അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പോ വരും. അമ്മിണി താരക കുഞ്ഞിന്റെ കൂടെ അത്താഴമുണ്ണാനെപ്പോ വരും. അത്താഴമുണ്ണുമ്പോഴും അമ്പിളിമാമനോട് സല്ലപിക്കുന്ന കുട്ടികൾ. ഇത്തിരി നേരം മുറ്റത്ത് കളിക്കുമ്പോഴും
ഒരു പൂമ്പാറ്റ പറന്നുപോയാൽ പൂമ്പാറ്റയാണോ പൂവാണോ എന്ന് അറിയാതെ കുഞ്ഞുങ്ങൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്. കുട്ടിയും തള്ളയും എന്ന കവിതയിൽ വാരണാശാൻ എന്ന മഹാകവി ആ ഒരു വലിയ ആശയം നമുക്ക് മുന്നിലേക്ക് തരുന്നു. ഒരു കുഞ്ഞിന്റെ കണ്ണ് തുറക്കുന്നു. അവൻ ഭാഷയ്ക്കൊപ്പം ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഈ വല്ലിയിൽ നിന്നു ചമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണീ ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ആ ചെടിയിലേക്ക് നോക്കി നിന്ന കണ്ണ് പിന്നെ പതിയെ ആകാശത്തിലേക്ക് നീളുന്നു. അപ്പോഴാണ് മേൽക്കുമേലങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി അയ്യോ പോയി കൂടി കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ. അങ്ങനെ കാഴ്ചകളിൽ നിന്ന് വലിയ ആകാശ കാഴ്ചകളിലേക്കും ചുറ്റുമുള്ള ഒത്തിരി ഒത്തിരി അറിവുകളിലേക്കും കുരുന്നുകളെ കൂട്ടിക്കൊണ്ടുപോയ അമ്മമാർ ഈ ഭാഷയ്ക്കൊപ്പം കൊടുത്തത് ഒരു വലിയ ബോധമാണ്. അത് പാരസ്പര്യത്തിന്റെ പാഠങ്ങളാണ്, സഹജീവി സ്നേഹത്തിന്റെ പാഠങ്ങളാണ്. അതുകൊണ്ട് ഭാഷ എല്ലാ തരത്തിലും സംസ്കാരത്തിന്റെ വിളക്കുകൾ നമുക്ക് മുന്നിലേക്ക് കൊളുത്തി വെക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ അതെല്ലാം അറിയേണ്ടവരാണ്. ഈ മാതൃഭാഷയുടെ സൗന്ദര്യം എല്ലാ അർത്ഥത്തിലും അവരെ ബലപ്പെടുത്തുന്നു. അതുകൊണ്ടാണല്ലോ മലയാളത്തിന്റെ രചനകൾ പരിശോധിക്കുമ്പോൾ, മലയാള കഥകൾ വായിക്കുമ്പോഴും നമ്മളത് അറിയുന്നത്. ഒന്നും എത്രയാ മജീദേ, ഒന്നും എത്രയാ മജീദേ എന്ന് ചോദിക്കുന്ന അധ്യാപകനോട് ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്ന് എന്ന വലിയ ഒരു ആശയം കുട്ടി കൊടുത്തത് എവിടെ നിന്നാണ്? അല്ലെ, രണ്ട് തോടുകൾ രണ്ടു ഭാഗത്തു നിന്നായി ഒഴുകി വരുന്നുണ്ട്. ഈ രണ്ടു ഭാഗത്തു നിന്നായി വരുന്ന അരുവികൾ ഒരിടത്തേക്ക് എത്തിയിട്ട് രണ്ടും കൂടെ ചേർന്ന് ഒരു വലിയ പുഴയായിട്ട് ഒഴുകുന്നു. എത്രയോ കുഞ്ഞു കുഞ്ഞ് കൈവഴികളിലൂടെ ഒരു വലിയ നദി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പല ഒന്നുകൾ ചേർന്ന് ഇമ്മിണി വലിയ ഒന്നുണ്ടാകുന്നു എന്ന ഒരു വലിയ കാഴ്ച ഒരു കൊച്ചുകുട്ടി ഈ സമൂഹത്തില് വിളിച്ചറിയിക്കുമ്പോൾ ആ പാഠം പോലും ഈ പരിസ്ഥിതിക്കൊപ്പം തളിർത്തതിന്റെ പാഠമായി നമ്മൾ മനസ്സിലാക്കുന്നു. മജീദിന്റെ വാക്കുകൾ വലിയ മാനവികതയുടെ വാക്കായി നമ്മൾ അറിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ ഇടങ്ങളിലും നമ്മൾ അത് തിരിച്ചറിയുന്നത്. പല കവിതകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രാവ് പറന്നു പോകുമ്പോൾ പ്രാവിനോട് കുഞ്ഞുങ്ങൾ ചോദിക്കുകയാണ്, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. അപ്പോൾ ആ പ്രാവ് കുഞ്ഞിനോട് പറയുന്നു, കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി സഞ്ചാരം. അങ്ങനെ ഒരു കുഞ്ഞ് ഒരു ഇടാവട്ടത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ഒരു പ്രാവ് കുട്ടിയോട് പറയുന്നു, ഞാൻ അങ്ങോട്ടേക്കില്ല, ഇപ്പോൾ ഞാൻ മാനം നോക്കി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നീ ഈ വിശാലമായ കാഴ്ചകളിലേക്കും വിശാലമായ മറ്റ് പല തലങ്ങളിലേക്കും നിന്റെ മനസ്സിനെ വ്യാപരിപ്പിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കുട്ടിക്കാലത്ത് ഒരു കുഞ്ഞിന് കിട്ടുമ്പോൾ അവന്റെ തുടർ പഠനങ്ങളിലൂടെ അവൻ പല അറിവുകൾ നേടുന്നുണ്ട്. പ്രാവിനോടും കാക്കയോടും ഒക്കെ സല്ലപിക്കുന്ന ബാലകവിതകളിൽ പോലും എന്തുമാത്രം ആശയങ്ങളാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എഴുത്തുകാർ. ആ ആശയബലമാണ് നമ്മുടെ തലമുറയ്ക്ക് എല്ലാ തരത്തിലും കരുത്തായി മാറുന്നത്. മാതൃഭാഷ പഠിക്കുന്നതിലൂടെ ആ ഭാഷയുടെ സൗന്ദര്യത്തിനൊപ്പം തന്നെ അവൻ പല മൂല്യങ്ങളും അറിയുന്നുണ്ട്. ഭാഷയ്ക്കൊപ്പം അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അനുഭവിക്കുവാൻ കുഞ്ഞിന് അത് വഴി തുറന്നിടുന്നുണ്ട്. അങ്ങനെ വളരുമ്പോൾ കരത്തിലമ്മയെടുത്തു പച്ചരി കാഖാ ഉരലിലിട്ടങ്ങിടിച്ചു നന്നായി ചാച്ചാ. പച്ചരി, ഉരൽ, ഉലക്ക, ഒത്തിരി കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ബിംബങ്ങളിലൂടെ അവന്റെ ജീവിതത്തെ തളിർപ്പിക്കുകയാണ്. അങ്ങനെ വളരുമ്പോൾ അവിടെ നിന്നുകൊണ്ട് അവൻ ഈ ചുറ്റുപാടുകളെ നന്നായിട്ട് അറിയാൻ ശ്രമിക്കും. ആ അറിവുകൾ പാരസ്പര്യത്തിന്റെ ഒരു വലിയ പാഠം അവനിലേക്ക് കൂടുതലായി കൊടുക്കും. പരസ്പരം കരുതലായി നിൽക്കാൻ അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കാനുള്ള വിവേകം അവർക്ക് ഈ മാതൃഭാഷ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കാവൽ കിടക്കും നായൊരു നല്ല മൃഗം,
നമ്മെ കാണുന്നളവതു കാട്ടും നന്ദി മറക്കാമോ എന്ന് ഒരു കവിതയിലൂടെ പഠിച്ചു പോകുന്ന കുട്ടി നമ്മെ കാണുന്ന നേരത്ത് നന്ദി കാട്ടുന്ന ആ നായയുടെ പാഠം പോലും, അല്ലെങ്കിൽ ആ ചേഷ്ട പോലും അവനൊരു പാഠമായി മാറുന്നുണ്ട്. മുതിർന്നവരെ ബഹുമാനിക്കാനും എല്ലാ തരത്തിലും സംരക്ഷിക്കുവാനും മാതാപിതാക്കളെ കൈവിടാതിരിക്കാനും ഉള്ള പാഠം കുട്ടിക്കാലം മുതൽ ഭാഷ അവനിലേക്ക് പകർത്തിക്കൊടുക്കുന്നുണ്ട്. ആ പകരലുകളാണ് എന്റെ ഭാഷ എന്റെ വീടായും ആകാശമായും നക്ഷത്രമായും കാറ്റായും കുളിർ വെള്ളമായും അമ്മയായി തന്നെ നമ്മിലേക്ക് എല്ലാ കാലത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഷയിലൂടെ വളരുന്ന കുഞ്ഞുങ്ങൾ ഈ ഭാഷയ്ക്കൊപ്പം ഈ നാടിന്റെ താളങ്ങൾ അറിയുന്നു. ആ താളങ്ങൾ അവന്റെ ജീവന്റെ താളങ്ങളായി മാറുന്നു. അങ്ങനെ പലതും അവനിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ഒരു വിശ്വമാനവനായി എല്ലാ നന്മകളെയും മൂല്യങ്ങളെയും ചേർത്ത് മുന്നോട്ടു പോകാനുള്ള ഒരു വലിയ കരുത്തായി അത് മാറുന്നു. അങ്ങനെ ആ ഭാഷയിലൂടെ തളിർക്കുന്ന കുട്ടിക്ക് മറ്റെല്ലാ ഭാഷകളെയും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും. ഏറ്റവും അധികം പദസമ്പത്തുള്ള ഒരു ഭാഷയാണ് നമ്മുടെ മാതൃഭാഷയായ മലയാളം. വള്ളത്തോൾ എന്ന മഹാകവി ഒരു കവിതയുടെ 4 വരികൾ ഒരേ വാക്കിന്റെ പര്യായം കൊണ്ട് എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ. കിളിക്കൊഞ്ചൽ എന്ന കവിത നമ്മൾ വായിക്കുമ്പോൾ വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ നഭസേ നമസ്കാരം. എല്ലാം ആകാശത്തിന്റെ പര്യായം. എത്രയോ കോടിക്കണക്കിന് താളങ്ങൾ കൊണ്ട് സമ്പന്നമായ ഭാഷ, എത്രയോ മൂല്യങ്ങൾ തലമുറകളിലേക്ക് പകർത്തിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാഷ. ആ ഭാഷയാണ് നമ്മൾ മാതൃഭാഷയിലൂടെ അറിയുന്നത്, മലയാളത്തിലൂടെ അറിയുന്നത്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന ആ ഒരു നേരറിവും നമുക്ക് തരുന്നുണ്ട് ഈ ഭാഷ. എന്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ പാകത്തിന് നമുക്ക് ചുറ്റും ഒത്തിരി നന്മയുടെ പൂക്കളം ഒരുക്കി ഈ ഭാഷ നമുക്കൊപ്പം തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു വലിയ കളത്തിൽ നമ്മുടെ കുട്ടികൾ തുള്ളിക്കളിക്കുമ്പോൾ അവർ ഈ ലോകമാകുന്ന കളത്തിലെ ഏറ്റവും കരുത്തുറ്റ കുരുന്നുകളായി വളരുക തന്നെ ചെയ്യും. ആ സംസ്കാരമാണ് ഭാഷ എല്ലാ കാലത്തും തന്നുകൊണ്ടിരിക്കുന്നത്. മാതൃഭാഷയും മാനവികതയും എന്ന വിഷയത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ മലയാളം അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ചെയ്ത പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.